സംസ്ഥാന സർക്കാരിന്റെ നാലാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാതല അവലോകന യോഗം ഇന്ന് പത്തനംതിട്ടയിൽ നടക്കും. ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള 500 പ്രത്യേക ക്ഷണിതാക്കളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കും. മന്ത്രി കെ. ബാലഗോപാൽ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. പത്തനംതിട്ടയിൽ നിന്ന് നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, നാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ജില്ലയിൽ നടക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ്? ജിൽസി, രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംസ്ഥാനമൊട്ടാകെ നടത്തുന്നത്. ഈ മാസം 21-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജില്ലാതല അവലോകന യോഗം ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ് നടക്കുന്നത്. ഈ യോഗവുമായി ബന്ധപ്പെട്ട് വിപുലമായ സജ്ജീകരണങ്ങളാണ് വിവിധ ഇടങ്ങളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി നടക്കുന്നത് ഇലന്തൂർ തൂക്കുപാലത്തെ പെട്രാസ് കൺവെൻഷൻ സെൻറ്ററിലാണ്. ഇവിടെ വെച്ചാണ് സമൂഹത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പൗരപ്രമുഖരുമായി അതോടൊപ്പം സർക്കാർ പദ്ധതിയിലെ ഗുണഭോക്താക്കളായ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമായും സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരുമായും അതോടൊപ്പം വിദ്യാർത്ഥി പ്രവാസി പ്രതിനിധികളുമായും മുഖ്യമന്ത്രി സംവദിക്കുന്നത്. 10:30 മുതൽ 12:30 വരെ നീളുന്ന ഒരു മുഖാമുഖം പരിപാടിയാണിത്. സർക്കാരിൻ്റെ വിവിധ വികസന നേട്ടങ്ങളും അതോടൊപ്പം ഈ വരുന്ന പ്രതിനിധികളിൽ നിന്നും മറ്റുള്ള കാര്യങ്ങൾ, അതായത് ഏത് രീതിയിലുള്ള മാറ്റങ്ങളാണ് സർക്കാർ പദ്ധതികൾ വരുത്തേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് ആരായും. ഏതായാലും വിപുലമായ സജ്ജീകരണങ്ങളോട് കൂടിയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നു വരുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പത്തനംതിട്ട നഗരത്തിൽ ഉൾപ്പെടെ ഏതാണ്ട് 600ഓളം പോലീസ് സേനാംഗങ്ങളെ ഇതിനോടകം വിന്യസിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പുറമെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അതോടൊപ്പം ധനമന്ത്രി കെ. ബാലഗോപാൽ എന്നിവർ ഈ പരിപാടികളിൽ പങ്കെടുക്കും എന്നറിയിച്ചിട്ടുണ്ട്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വീണ ജോർജും പരിപാടികളിലുടനീളം പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ജില്ലാ കളക്ടറും വീണ ജോർജും സ്ഥലത്തെത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തി പരിപാടികളുടെ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. ഇന്നലെ മന്ത്രി നമ്മളോട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, സമാനതകളില്ലാത്ത വികസനമാണ് കഴിഞ്ഞ 9 വർഷക്കാലം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായത്. വിവിധ മേഖലകളിൽ ആരോഗ്യ മേഖലയിലാണ് ഏറ്റവും വലിയ വികസനം ഉണ്ടായതെന്നും ആരോഗ്യമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു. കോന്നി മെഡിക്കൽ കോളേജിലടക്കം വിപുലമായ സൗകര്യങ്ങൾ ഉൾപ്പെടുത്താൻ രണ്ട് സർക്കാരുകൾക്കുമായി എന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. അതോടൊപ്പം ജില്ലയിലെ റോഡ് വികസനത്തിലും ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിലും വലിയ കുതിച്ചുചാട്ടമാണ് 2 LDF സർക്കാരിൻ്റെയും കാലത്തുണ്ടായതെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് ജില്ലയിലെ വിവിധ മേഖലകളിലുള്ള ആളുകളുമായി സംവദിക്കുകയാണ്. ഏത് രീതിയിലാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷത്തിനാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തുടക്കമാകുന്നത്. വിവിധ പരിപാടികളോടെയാണ് വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കറും അടക്കമുള്ള മറ്റു മന്ത്രിമാരും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ജില്ലയിൽ എത്തിക്കഴിഞ്ഞു തുടങ്ങിയ വിവരങ്ങളാണ് നന്ദുഷ പങ്കുവച്ചത്.